the apocalyptic movement. This is actually a 1940s poetic movement. 1940കളിൽ വന്ന ഒരു പോയറ്റിക് മൂവ്മെൻ്റ് ആണ്. ആൻഡ് ദിസ് വാസ് എഗെയിൻസ്റ്റ് ഓർഡനിസ്റ്റ് പൊളിറ്റിക്കൽ പോയട്രി. നേരത്തെ നമ്മൾ നിയോ റൊമാൻസിസം പറഞ്ഞതുപോലെ തന്നെ അല്ലെ, എഗെയിൻസ്റ്റ് ഇൻ്റലക്ച്വൽ പോയട്രി ഓഫ് ഓഡൻ ഗ്രൂപ്പ്, അതുപോലെ തന്നെയാണ് അപ്പോക്കലിപ്റ്റിക് മൂവ്മെൻറ്റും വരുന്നത്. ഇൻഡിവിജ്വലിസ്റ്റ് പോയട്രി, ഫെയ്ത്ത് ഇൻ ദി ഇൻഡിവിജ്വൽ നോട്ട് ഓൺ ദ കമ്മ്യൂണിറ്റി. ഈ പോയിന്റിലാണ് അപ്പോക്കലിപ്റ്റിക് മൂവ്മെൻറ്റ് ഓഡൻ പോയട്രിയെ എതിർക്കുന്നത്. ഇപ്പോൾ ഓഡൻ പോയട്രി കമ്മ്യൂണിറ്റിയെ വേണ്ടി എല്ലാവരും കൂടെ ഒന്നിച്ച്, അല്ല ലെഫ്റ്റ് ഐഡിയോളജി എന്ന് പറഞ്ഞാൽ അതാണ് സാമൂഹ്യ വിപ്ലവം. എല്ലാവരും കൂടെ ഒന്നിച്ച് അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി വർക്കിംഗ് ക്ലാസ് ഒന്നിച്ച് ചേരുക, അവരുടെ പ്രശ്നങ്ങൾക്ക് വേണ്ടി പോരാടുക അല്ലേ. പക്ഷേ ആ സമയം അപ്പോക്കലിപ്റ്റിക് റൈറ്റേഴ്സ് കമ്മ്യൂണിറ്റിയിൽ വിശ്വസിച്ചിരുന്നില്ല. കമ്മ്യൂണിറ്റി എല്ലാവരും കൂടെ ഒന്നിച്ച് ചേരുമ്പോൾ അല്ല, അതിനേക്കാൾ പവർ എപ്പോഴാണ് ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ ഒരാളിലാണ്, അല്ലെങ്കിൽ ഒരാളുടെ ചിന്തകൾക്കാണ്, എല്ലാവരും കൂടെ ചേർന്ന് സൃഷ്ടിക്കുന്ന ചിന്തകളെക്കാളും മാറ്റങ്ങളെക്കാളും പവർ ഉള്ളത് എന്നാണ് ഇൻഡിവിജ്വലിസ്റ്റ് പോയട്രി, അപ്പോക്കലിപ്റ്റിക് മൂവ്മെൻറ്റ് പോലെയുള്ള ഇൻഡിവിജ്വലിസ്റ്റ് പോയട്രിയുടെ വക്താക്കൾ പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ റാൽഫ് വാൽഡോ എമേഴ്സൺ, അമേരിക്കൻ ട്രാൻസെൻഡൻ്റലിസ്റ്റ് പോയറ്റായിട്ടുള്ള എമേഴ്സണൊക്കെ ഇൻഡിവിജ്വലിസ്റ്റിൻ്റെ ആശാനായിരുന്നു. അപ്പോൾ ഏതായാലും നമുക്ക് തിരിച്ചു വരാം. അപ്പോക്കലിപ്റ്റിക് മൂവ്മെൻറ്റ്. മേജർ പോയിറ്റ്സ് ഓഫ് ദിസ് മൂവ്മെൻറ്റ് ആർ ടോം സ്കോട്ട്, G.S. ഫ്രേസർ, നിക്കോൾസ് മൂർ ആൻഡ് വേർണൺ വാറ്റ്കിൻസ്. പേര് അധികം പോപ്പുലറായിട്ടുള്ള പേരുകളൊന്നുമല്ല, നമ്മൾ കൃത്യമായിട്ട് പഠിക്കണം. ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കാത്തത് തന്നെ ആയിരിക്കും വരിക. അപ്പോൾ ടോം സ്കോട്ട്, G.S. ഫ്രേസർ, നിക്കോൾസ് മൂർ ആൻഡ് വേർണൺ വാറ്റ്കിൻസ്. ദീസ് ആർ ദി മേജർ റൈറ്റേഴ്സ് ഓഫ് അപ്പോക്കലിപ്റ്റിക് മൂവ്മെൻറ്റ്. മറ്റേതൊരു മൂവ്മെൻറ്റിനെ പോലെ ഇതിലും ഫേമസ് ആയിട്ടുള്ള ആന്തോളജീസ് ഉണ്ട്. ഇതിൽ രണ്ടെണ്ണം ഉണ്ട്, ദ ന്യൂ അപ്പോക്കലിപ്സ് ആൻഡ് ദ വൈറ്റ് ഹോഴ്സ്മാൻ. രണ്ടും എഡിറ്റ് ചെയ്തിരിക്കുന്നത് J.F. ഹെൻറി ആൻഡ് ഹെൻറി ട്രേസ്. They are called the pioneers of this movement. So remember the names J.F. Henry and Henry Trees. ഇനി നമ്മൾ പോയറ്റിക് ഡ്രാമയിലേക്ക് വരികയാണ്. പോയറ്റിക് ഡ്രാമ ഒരു കാലത്ത് വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു ആർട്ട് ഫോമാണ്. പിന്നീട് അത് നോവലൊക്കെ വന്നതിന് ശേഷം അതൊന്ന് ക്ഷയിച്ചു. മോഡേൺ ഏജിൽ അതിനൊന്ന് റിവൈവ് ചെയ്യാൻ, അല്ലെങ്കിൽ അതിനൊരു റീബർത്ത് കൊടുക്കാനുള്ള വ്യാപകമായിട്ടുള്ള ശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിനെക്കുറിച്ചാണ് നമ്മളിവിടെ പറയാൻ വേണ്ടി പോകുന്നത്. എക്സ്പോണൻസ് ഓഫ് പോയറ്റിക് ഡ്രാമ ഇൻ ദ മോഡേൺ ഏജ്. മോഡേൺ ഏജിൽ പോയറ്റിക് ഡ്രാമയിൽ പ്രാധാന്യം കൊടുത്ത് പോയറ്റിക് ഡ്രാമാസ് എഴുതിയ ആളുകൾ, അവർ സ്റ്റീഫൻ ഫിലിപ്സ്, ജോൺ മെയ്സ്ഫീൽഡ് ഒരു ഫേമസ് ജോർജിയൻ പോയറ്റാണ് കേട്ടോ. റോബർട്ട് ബ്രിഡ്ജസിന് ശേഷം ഇംഗ്ലണ്ടിലെ പോയറ്റ് 1930 പോയറ്റ് ലൗറേറ്റ് ആയ പോയറ്റാണ്. സോ ദെൻ ജോൺ ഡ്രിങ്ക്വാട്ടർ, J.M. സിഞ്ച്, ഐറിഷ് റൈറ്റർ, ഐറിഷ് പ്ലേ റൈറ്റ് J.M. സിഞ്ച്, T.S. എലിയറ്റ്, ക്രിസ്റ്റഫർ ഫ്രൈ, ലാസലസ് അബർക്രോംബി ആൻഡ് W.B. Yeats. ഇവരാണ് ഏറ്റവും ഫേമസ് ആയിട്ടുള്ളവർ. ലുക്ക് അറ്റ് ദ നെക്സ്റ്റ് പോയിന്റ്. ത്രൂ ദി ഐറിഷ് ആബി തിയേറ്റർ, W.B. Yeats ആൻഡ് കമ്പനി അറ്റംപ്റ്റഡ് ടു റിവൈവ് പോയറ്റിക് ഡ്രാമ. അപ്പോൾ W.B. Yeatsലേക്ക് വരികയാണെങ്കിൽ, ഞാൻ നേരത്തെ യെറ്റ്സിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ അദ്ദേഹത്തിൻ്റെ പോയറ്റിക്കൽ വർക്ക്സ് അനലൈസ് ചെയ്തിരുന്നു. അപ്പോൾ അദ്ദേഹം ആ സമയത്ത് പറഞ്ഞിരുന്നു, വി ടോക്ക്ഡ് അബൌട്ട് W.B. Yeats ആസ് എ ഫൗണ്ടർ ഓഫ് ഐറിഷ് ആബി തിയേറ്റർ along with J.M. Singe and Lady Gregory. So W.B. Yeats actually used this theatre to perform his poetic dramas. So this theatre എന്താ പറയുക, പോയറ്റിക് ഡ്രാമയുടെ ഒരു റിവൈവിന് വലിയൊരു റോള് ഈ തിയേറ്ററിൻ്റെ. ഓൾദോ none of his plays was very successful. ഒരുപാട് സക്സസ്ഫുള്ളായി പോയറ്റിക് ഡ്രാമയെ കൊണ്ടുവരാനൊന്നും എറ്റ്സിന് സാധിച്ചിട്ടില്ല. കമ്മിങ് ടു T.S. Eliot. T.S. Eliotൻ്റെ പോയറ്റിക് പ്ലേസിനെ പറ്റി മാത്രമാണ് ഇവിടെ പറയുന്നത്. T.S. Eliot is famous for writing poetic plays. He wrote 7 popular poetic plays. അതിൻ്റെ ഓർഡറും പ്ലേസിൻ്റെ പേരും പഠിക്കുക. കാരണം ഐ തിങ്ക് ദർ വാസ് എ ക്വസ്റ്റ്യൻ റിഗാർഡിങ് ഇതിൻ്റെ ഓർഡർ കറക്റ്റാക്കി വരാനുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. സോ സ്വീനി Agonistes, The Rock, Murder in the Cathedral, The Family Reunion, The Cocktail Party, The Confidential Clerk and The Elder Statesman. ഫസ്റ്റ് വൺ സ്വീനി Agonistes ആണ്. ദ ലാസ്റ്റ് വൺ എൽഡർ സ്റ്റേറ്റ്സ്മാൻ ആണ്. ഇതിൽ മേർഡർ ഇൻ ദ കത്തീഡ്രലിന് കുറച്ച് പ്രത്യേകതകളുണ്ട്. അതാണ് ഒരുപക്ഷെ ഇതിൽ ഏറ്റവും പോപ്പുലർ പ്ലേ. ബിക്കോസ് ഇറ്റ് വാസ് ബേസ്ഡ് ഓൺ ദി അസാസിനേഷൻ ഓഫ് ആർച്ച് ബിഷപ്പ് തോമസ് ബെക്കറ്റ് in Canterbury Cathedral during the reign of Henry II in 1170. 1170 നടന്ന തോമസ് ബെക്കറ്റിൻ്റെ ആർച്ച് ബിഷപ്പായിരുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു മേർഡർ, അദ്ദേഹവും കിങ്ങും തമ്മിൽ തെറ്റുന്നു. അതിനുശേഷം അദ്ദേഹത്തെ കിങ് തന്നെ കൊല്ലിക്കുന്നു.
അപ്പോൾ അത് അതിനെ ബേസ് ചെയ്തിട്ടാണ് ഈ പ്ലേ എഴുതുന്നത്. ആൻഡ് ദർ ഈസ് ദ പ്രസൻസ് ഓഫ് 3 priests, 4 tempters and 4 knights in the play. അപ്പോൾ ആ എണ്ണം ഒന്ന് ഓർമ്മിച്ചിരിക്കുക, അത് ക്വസ്റ്റ്യൻ ആയിട്ട് വരാറുണ്ട്. ഫേമസ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സാണ്. ഈ മർഡർ ഇൻ ദ കത്തീഡ്രലിൽ 3 priests ഉണ്ട്, ദെൻ 4 tempters-ഉം 4 knights-ഉം ഉണ്ട്. അപ്പോൾ നൈറ്റ്സ് ഇവനെ കൊല്ലാൻ വരുന്നതാണ്. ആരെ? നമ്മുടെ തോമസ് ബെക്കറ്റിനെ. ഇപ്പോൾ തോമസ് ബെക്കറ്റിനെ കൊല്ലാൻ വരുന്ന നൈറ്റ്സിൻ്റെ എണ്ണം 4ആണ്. അതുപോലെ ടെംപ്റ്റ് ചെയ്യാൻ വരുന്ന ടെംപ്റ്റേഴ്സിൻ്റെ എണ്ണവും 4ആണ്. പ്രീസ്റ്റിൻ്റെ എണ്ണം 3ആണ്. അത് കൃത്യമായിട്ട് വേർതിരിച്ച് ഓർമ്മിക്കാം. പോയറ്റിക് ഡ്രാമയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നെക്സ്റ്റ്, W.H. Auden ആൻഡ് ക്രിസ്റ്റഫർ ഐഷർവുഡ്. ദിസ് ഇസ് എ ഫേമസ് കമ്പനി, അല്ലേ, എന്താ പറയുക, ഫേമസ് ഫ്രണ്ട്ഷിപ്പ് ദാറ്റ് പ്രൊഡ്യൂസ്ഡ് മെമ്മറബിൾ പോയറ്റിക് പ്ലേസ്. Auden individually wrote a famous poetic drama called Dance of Death. ഡാൻസ് ഓഫ് ഡെത്ത് എന്ന് പറയുന്ന ഒരു ഫേമസ് പോയറ്റിക് ഡ്രാമ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. എന്നാൽ അദ്ദേഹം ഐഷർവുഡിൻ്റെ കൂടെ 3 പോയറ്റിക് ഡ്രാമാസ് കൊളാബറേറ്റീവ്ലി റോട്ട്. രണ്ടുപേരും കൂടി എഴുതിയ 3 ഡ്രാമാസ് ഉണ്ട്. ദ അസെൻറ്റ് ഓഫ് F6, ദ ഡോഗ് ബിനീത്ത് ദ സ്കിൻ ആൻഡ് ഓൺ ദ ഫ്രണ്ടിയർ. ഈ 3 പേരും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഓർമ്മിച്ചിരിക്കുക. ദെൻ ക്രിസ്റ്റഫർ ഫ്രൈ, ഹു റോട്ട് ഫേമസ് poetic plays like The Lady is Not for Burning and Venus Observed. Venus Observed and The Lady is Not for Burning are the famous poetic plays written by none other than Christopher Fry. Now നമ്മൾ ഫേമസ് ആയിട്ടുള്ള WBHൻ്റെ നമ്മുടെ W.H. Auden അതുപോലെ T.S. Eliotൻ്റെ ഒക്കെ പ്ലേസ് പറഞ്ഞു. അതുപോലെ മറ്റു കുറച്ച് ഫേമസ് പ്ലേ റൈറ്റ്സ് ഓഫ് പോയറ്റിക് ഡ്രാമ ആൻഡ് ദെയർ വർക്ക്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. WBH is famous for writing the poetic dramas The Shadowy Waters and The King's Threshold. Then James Synge wrote the poetic dramas Riders to the Sea and The Well of the Saints. John Drinkwater wrote the poetic plays The Storm and The God of Quiet, while Stephen Phillips is famous for writing Paulo and Francesca and Herod. And finally, Laszlo Abercrombie, who wrote The End of the World and The Deserter. ഇപ്പോൾ ഈ പേരുകളൊക്കെ ഓർമ്മിക്കുക. ലാസലസ് എബർക്രോംബിയുടെ വർക്ക്സ് ആണ് ദ എൻഡ് ഓഫ് ദ വേൾഡ് ആൻഡ് ദ ഡെസേർട്ടർ. അതുപോലെ സ്റ്റീഫൻ ഫിലിപ്സിൻ്റെ വർക്ക്സ് ആണ് പൗലോ ആൻഡ് ഫ്രാൻസിസ്ക ആൻഡ് ഹെറോഡ്, while John Drinkwater wrote The Storm and The God of Quiet. അപ്പോൾ ഈ ഫേമസ് വർക്ക്സ് ആണ് ഇതൊക്കെ ഫേമസ് പോയറ്റിക്കൽ വർക്ക്സ് ആണ്. ഇപ്പോൾ ജെയിംസ് ഇഞ്ചിൻ റൈഡേഴ്സ് ടു ദ സീ ഒക്കെ വളരെ ഫേമസ് ആയിട്ടുള്ള വർക്കാണ്. ഇത് പലതും പോയറ്റിക് പ്ലേ ആണ്, നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവില്ല ഒരു പക്ഷേ. അപ്പോൾ അതും കൂടി ശ്രദ്ധിക്കുക. പോയറ്റിക് പ്ലേ ഒരു ഇമ്പോർട്ടൻറ്റ് സെക്ഷനാണ് നിങ്ങളുടെ സിലബസിൽ. So this is all about today. We will end with poetic drama. In the next class we will talk about symbolism. Okay, so that is for now. Bye bye.